ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധി ചേർത്ത രണ്ട് ഹൃദയങ്ങൾ പാർട്ട് 3 നമുക്ക് തുടങ്ങിയാലോ. അച്ഛന് ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട്, ഉടൻ ആശുപത്രിയിലേക്ക് വരൂ. ആ വാക്കുകൾ കേട്ട നിമിഷം അർജുൻ്റെ കയ്യിൽ ഫോൺ വിറച്ചു. ഒരു നിമിഷം പോലും വൈകാതെ അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങി. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ദേവികയായിരുന്നു. ദേവിക, അച്ഛന് ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട്, ഞാൻ ആശുപത്രിയിലേക്ക് പോകുകയാണ്. ഞാനും വരാം. വേണ്ട, നീ വീട്ടിൽ നിന്നാൽ മതി. ഇല്ല, ഞാൻ വരും. അവളുടെ ശബ്ദത്തിൽ ആദ്യമായി ഒരു ഭാര്യയുടെ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ രാഘവന് കൈക്ക് പൊട്ടലുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഭയപ്പെടാനൊന്നുമില്ല, കുറച്ച് ദിവസത്തെ വിശ്രമം മതി. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. സുജാതയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ദേവിക അവരുടെ തോളിൽ കൈവച്ചു. അമ്മേ, എല്ലാം ശരിയാകും. വീട്ടിലെത്തിയ ശേഷം രാഘവൻ്റെ എല്ലാ കാര്യങ്ങളും ദേവിക തന്നെയായിരുന്നു നോക്കിയത്. സമയത്തിന് മരുന്ന്, ഭക്ഷണം, കൈക്ക് ബാൻഡേജ് നനയാതെ കുളിക്കാൻ സഹായിക്കൽ. ഒരു ദിവസം രാഘവൻ ദേവികയെ വിളിച്ചു. മോളെ, പറയൂ അച്ഛാ, നീ ഈ വീട്ടിൽ മരുമകളായല്ല വന്നത്, മകളായിട്ടാണ് വന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് സ്വന്തം അച്ഛൻ്റെ സ്നേഹം വീണ്ടും അനുഭവപ്പെട്ടതുപോലെ തോന്നി. അന്ന് രാത്രി അർജുൻ ടെറസിൽ നിന്നും ആകാശം നോക്കുകയായിരുന്നു. ദേവിക 2 കപ്പ് ചായയുമായി വന്നു. ഇതാ, അവൻ ചായ വാങ്ങി. ദേവിക, അച്ഛനെ ഇത്രയും നന്നായി നോക്കിയതിന് നന്ദി. ദേവിക പുഞ്ചിരിച്ചു. അത് എൻ്റെ അച്ഛനല്ലേ. ആ ഒരു വാചകം അർജുൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അവൻ ആദ്യമായി അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. ദേവിക ഞെട്ടി അവനെ നോക്കി. അർജുൻ കൈവിടാതെ പറഞ്ഞു, നീ ഈ വീട്ടിൽ വന്ന ദിവസം മുതൽ ഈ വീടിന് ഒരു പുതിയ സന്തോഷം കിട്ടി. ദേവികയുടെ കവിളുകൾ നാണത്താൽ ചുമന്നു. അവൾ മെല്ലെ തല താഴ്ത്തി. അപ്പോഴേക്കും ചെറിയ മഴ പെയ്യാൻ തുടങ്ങി. രണ്ടുപേരും ടെറസിൽ നിന്ന് താഴേക്ക് ഓടാൻ തുടങ്ങി. പടിയിൽ ദേവികയുടെ കാൽ വഴുതി. വീഴാൻ പോയ അവളെ അർജുൻ തൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. മഴത്തുള്ളികൾ ഇരുവരുടെയും മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. പക്ഷേ ആ നിമിഷം അവരുടെ മനസ്സിൽ വിരിഞ്ഞ പ്രണയത്തേക്കാൾ മനോഹരമായ മറ്റൊന്നുണ്ടായിരുന്നില്ല. ദേവിക പതുക്കെ പറഞ്ഞു, അർജുൻ, ഇനി എൻ്റെ കൈ ഒരിക്കലും വിടരുതേ. അർജുൻ്റെ ചെറുചിരിയോടെ മറുപടി പറഞ്ഞു, ജീവിതാവസാനം വരെ ഇല്ല. ആ വാക്കുകൾ കേട്ട് ദേവിക പുഞ്ചിരിച്ചു. പക്ഷേ അവരുടെ സന്തോഷത്തിന് മുന്നിൽ വിധി മറ്റൊരു പരീക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ അർജുൻ വിദേശ കമ്പനിയിൽ നിന്ന് ഒരു ഇമെയിൽ വന്നു. നിങ്ങൾക്ക് ലണ്ടനിലെ ജോലി ലഭിച്ചിരിക്കുന്നു, ഒരാഴ്ചയ്ക്കുള്ളിൽ ജോയിൻ ചെയ്യണം. ആ വാർത്ത അവരുടെ പുതിയ പ്രണയത്തെ തീരുമാനത്തിന് മുന്നിലെത്തിക്കാൻ പോകുകയായിരുന്നു. രാവിലെ ലാപ്ടോപ്പ് തുറന്നു നോക്കിയ അർജുൻ കുറച്ചു നേരം അനങ്ങാതെയിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞു നിന്നത് ഒരു സ്വപ്ന ജോലി. ലണ്ടനിലെ പ്രമുഖ കമ്പനിയിൽ നിന്ന് ഓഫർ. ശമ്പളവും സൗകര്യങ്ങളും ഭാവിയും എല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിൽ വന്ന ആദ്യ ചിന്ത ദേവികയായിരുന്നു. ആ ദിവസം മുഴുവൻ അർജുൻ പഴയതുപോലെ ചിരിച്ചില്ല. അത് ദേവിക ശ്രദ്ധിച്ചു. രാത്രി ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, എന്താ ഇന്നെന്തോ വിഷമമുള്ളതുപോലെ? അർജുൻ ലാപ്ടോപ്പ് അവളുടെ മുന്നിലേക്ക് നീട്ടി. ഇത് നോക്ക്. ദേവിക മെല്ലെ വായിച്ചു. അവളുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. അർജുൻ, ഇതൊരു വലിയൊരു അവസരമല്ലേ, നമുക്ക് ആഘോഷിക്കാം. പക്ഷേ അർജുൻ ചിരിച്ചില്ല. ദേവിക, ഈ ജോലിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ലണ്ടനിലേക്ക് പോകണം. ആ വാക്ക് കേട്ടപ്പോൾ ദേവികയുടെ പുഞ്ചിരി പതിയെ മങ്ങി. അവൾ കുറച്ചുനേരം മിണ്ടാതിരുന്നു. ശേഷം ചിരിക്കാൻ ശ്രമിച്ചു. അതിനെന്താ, നല്ല കാര്യമല്ലേ. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകൾ മറ്റൊരു കഥ പറയുന്നുണ്ടായിരുന്നു. ആ രാത്രി ദേവികയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മഴ നോക്കുകയായിരുന്നു. അർജുൻ പതുക്കെ അവളുടെ അടുത്തെത്തി. ഉറങ്ങിയില്ലേ? ഇല്ല. എന്താണ് ആലോചിക്കുന്നത്?
ദേവിക കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ മെല്ലെ ചോദിച്ചു, നിങ്ങൾ പോയാൽ ഈ വീടിന് വീണ്ടും പഴയ നിശബ്ദതയാകും അല്ലേ? ആ ചോദ്യം കേട്ട് അർജുൻ്റെ ഹൃദയം പിടഞ്ഞു. ആദ്യമായാണ് ദേവിക തൻ്റെ മനസ്സ് തുറക്കുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. ദേവിക, ഞാൻ പോയാൽ നിനക്ക് വിഷമമാകുമോ? ദേവിക അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിഷമമല്ല. ഒരു നിമിഷം നിർത്തി അവൾ പറഞ്ഞു, ഭയമാണ്. എന്തിൻ്റെ? നിങ്ങളില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയുമോ എന്ന ഭയം. അർജുൻ ഒന്നും പറഞ്ഞില്ല. അവൻ മെല്ലെ ദേവികയുടെ കൈ പിടിച്ചു. എനിക്കും. എന്ത്? നിന്നെ വിട്ടു പോവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ കണ്ണിലൂടെ ഒരു കണ്ണുനീർ തുള്ളി ഒഴുകി. അർജുൻ ആദ്യമായി അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു മുത്തം നൽകി. എവിടെയായാലും നിന്നെ കൂടെ കൂട്ടിയിട്ടേ ഞാൻ പോകൂ. ദേവിക പുഞ്ചിരിച്ചു. ആ രാത്രി ആദ്യമായി രണ്ട് ഹൃദയങ്ങളും പരസ്പരം പ്രണയം തുറന്നു പറയാതെ തന്നെ മനസ്സിലാക്കി. പക്ഷേ പിറ്റേന്ന് രാവിലെ അർജുന് കമ്പനിയിൽ നിന്ന് മറ്റൊരു ഫോൺ കോൾ വന്നു. ആ വാർത്ത കേട്ടതോടെ അവൻ്റെ മുഖത്തെ നിറം മാറി. നിങ്ങൾ ഒറ്റയ്ക്കാണ് വരേണ്ടത്. കുടുംബത്തെ ഇപ്പോൾ കൊണ്ടുവരാൻ കഴിയില്ല. ആ ഒരു നിബന്ധന അവളുടെ പ്രണയത്തെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് മുന്നിലെത്തിച്ചു. അപ്പോൾ അടുത്ത പാർട്ട് വേഗടാട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതോ.